നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ ഈ ഭൂമി പരന്നതല്ല ഉരുണ്ടതാണ് എന്ന് വിശ്വസിപ്പിച്ച നാസയുടെ കൊടും ചതിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇവരൊക്കെ സാത്താൻ സേവയുടെ ആളുകളാ. സകല മതങ്ങളുടെയും ദൈവങ്ങൾ പടച്ചു വെച്ച ഈ ഭൂമി ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് വരുത്തി തീർത്ത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുക. ദൈവത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ ആദ്യം ലോകശക്തികളെ അവന്റെ കൺട്രോളിലാക്കി. എന്നിട്ട് ശാസ്ത്രം എന്ന പെരുന്നുണയിലൂടെ പച്ചക്കള്ളങ്ങൾ നമ്മളെ വിശ്വസിപ്പിച്ചു. സാത്താന്റെ കെണിയിൽ വീണു പോകാത്തവർ ഇവിടെ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. അവരാണ് ദൈവത്തിന്റെ പടകൾ അഥവാ ഫ്ലാറ്റ് എർത്തേഴ്സ്. ഒരുപാട് വർഷങ്ങളായി ഭൂമി പരന്നതാണ് എന്ന് അവരിങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ അവരെ കോമാളികളാക്കി ചിരിച്ചു തള്ളാറാണ് പതിവ്. പ്രത്യേകം അങ്ങനെ ആക്കേണ്ടതില്ലെങ്കിലും. എന്നാൽ ശരിക്കും നമ്മുടെ ഭൂമി പരന്നതാണെങ്കിലോ? അങ്ങനെയുള്ളൊരു പരന്ന ലോകത്ത് നടക്കുന്ന കഥയാണിത്. യോർഗോസ് ലാന്തിമോസും എമ്മ സ്റ്റോണും ഒന്നിച്ച ഏറ്റവും പുതിയ സിനിമ ബെഗോണിയ. വീഡിയോയിൽ കൃത്യമായി ടൈം സ്റ്റാമ്പ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ കഥ കണ്ടവർക്ക് എന്താണ് എക്സാക്ട്ലി സിനിമയിൽ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് എക്സ്പ്ലനേഷൻ മാത്രം കേൾക്കാം. നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. അതല്ല ജസ്റ്റ് കഥ മാത്രം പറഞ്ഞു തരുന്ന ചാനലാണ്, സ്റ്റോറി ടെല്ലിംഗ് ചാനലിലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ഇൻ ഡെപ്തിൽ കഥ മനസ്സിലാക്കാം. പറയാതെ പറയുന്ന തിയറീസ് ഒരുപാട് ഡിസ്കസ് ചെയ്യാം. ഇൻ ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും ഈ വീഡിയോ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. കാരണം സിനിമ അങ്ങനെയാണ്, നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇട്ട് തരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മുൻ പടങ്ങളൊക്കെ അറിയത്തില്ലേ? ദ ഫേവറേറ്റും കൈൻഡ്സ് ഓഫ് കൈൻഡ്നസും പൂർ തിങ്സും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ആളുടെ പടത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ കഥാനായകൻ ടെഡി ഓട്ടിസം ബാധിച്ച അവൻ്റെ കസിൻ ഡോണിന് ഹണി ബീസിനെ പറ്റിയും പോളിനേഷനെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എത്ര ക്ലീൻ ആയിട്ടാണ് അവർ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ലോകത്തിൽ 75% ഫുഡ് ക്രോപ്സിന്റെ പോളിനേറ്റേഴ്സ് ഹണി ബീസ് ആണ്. പോളിനേഷൻ അത് സെക്സ് തന്നെയല്ലേ? ക്ലീനറായിട്ട് ആരെയും വേദനിപ്പിക്കാത്ത സെക്സ്. നമ്മളടക്കമുള്ള ഒത്തിരി സ്പീഷീസ് ഹണി ബീസിനെ പലതരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് CCD എന്നൊരു പാൻഡമിക് കാരണം ഇവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. CCD എന്നാൽ കോളനി കൊളാപ്സ് ഡിസോർഡർ. പലതരത്തിൽ ബീസ് ഉണ്ടല്ലോ. ക്വീൻ ഉണ്ട്, നേഴ്സ് ബീസ് ഉണ്ട്, വർക്കർ ബീസ് ഉണ്ട്. ഇതിൽ വർക്കർ ബീസ് എല്ലാം വിട്ടുപോകുന്ന അവസ്ഥയാണ് CCD. കോളനി കൊളാപ്സ് ആവും. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? എക്കോണമി അൺസ്റ്റേബിൾ ആവും. മൾട്ടിനാഷണൽ കമ്പനീസ് മാത്രം അവശേഷിക്കുന്ന സാധാരണ ജനങ്ങൾ, വർക്കേഴ്സ് ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയേ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പെസ്റ്റിസൈഡ്സ് കാരണമാണോ? അതല്ലെങ്കിൽ ബീസിന്റെ ഹാബിറ്റ് ചേഞ്ച് ആവുന്നതാണോ? ഓർ ഈവൻ വേഴ്സ് ഗവൺമെന്റ്സ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതാണോ? നമ്മുടെ ഫുഡ് സപ്ലൈസ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട്, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട്. ഇതെല്ലാം ഒരു വലിയ ഗ്രൂപ്പിന്റെ പ്ലാൻ ആണെന്ന് താൻ കണ്ടെത്തി എന്ന് പറയുകയാണ് ടെഡി. ഇപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എല്ലാത്തിനെയും അവരുടെ കൺട്രോളിലാക്കാനുള്ള ശ്രമമാണ്. അവരെ തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റും. അതിന് നമ്മൾ പ്രത്യേക ട്രെയിനിങ് എടുത്തിരിക്കണം. മുൻകരുതൽ വേണം. അവൾ അത്ര സ്ട്രോങ് ആണ്. ഇവിടെ ടെഡി പറഞ്ഞ അവൾ ആരാണെന്നോ? അവളാണ് നമ്മുടെ കഥാനായിക മിഷേൽ. ഓക്സോലിത്ത് എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ CEO ആണ് പുള്ളിക്കാരി. പുള്ളിക്കാരിനെ പോലെയുള്ള വലിയ വലിയ ആളുകൾ പ്ലാൻ ചെയ്ത് സാധാരണക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബീസിനിടയിൽ കോളനി കൊളാപ്സ് ഉണ്ടാകുന്ന പോലെ സാധാരണ വർക്കിംഗ് ക്ലാസ്സിലും ഈ ഒരു കൊളാപ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ടെഡി പറയുന്നത്. മിഷേലിന്റെ ഈ ഗൂഢപദ്ധതി തടയാൻ വേണ്ടി ടെഡിയും കസിൻ ബ്രദർ ഡോണും വലിയ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. എന്തൊക്കെയോ വളരെ പ്രധാനപ്പെട്ട ക്രീംസും നട്ട്സും ബോൾസും ട്രിമ്മേഴ്സും ഒക്കെ വാങ്ങി വെക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പറേഷനിൽ ഫോക്കസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ശത്രു നിസ്സാരക്കാരിയല്ല. ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാൻ, മൈൻഡ് ക്ലിയർ ആയിരിക്കാൻ ഹോർമോൺസ് ഓൾട്ടർ ചെയ്യുന്ന മെഡിസിൻസ് പോലും ഇരുവരും എടുക്കുന്നുണ്ട്. എല്ലാം ടെഡിയുടെ പ്ലാനാണ്. ഓട്ടിസം ബാധിച്ച അവന്റെ കസിൻ ബ്രദർ ഡോൺ എല്ലാത്തിനും തലയാട്ടി കൂടെ നിൽക്കുന്നു. ഡോൺ കരുതുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള പേഴ്സൺ ടെഡിയാണെന്നാണ്. പാവം, അവൻ അത്രമാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ടെഡി എന്ത് ചെയ്താലും ഡോൺ കൂടെ ഉണ്ടാവും. വിതൗട്ട് എ ഡൗട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കും. ഇവർ ശത്രുവായിട്ട് കാണുന്ന മിഷേൽ എല്ലാ ദിവസത്തെയും പതിവ് പോലെ രാവിലെ എണീറ്റ് ഫ്രഷായി വർക്കൗട്ട്സിനും ബേസിക് ഫൈറ്റിംഗ് ട്രെയിനിങ്ങിനും ഒക്കെ ശേഷം ഓഫീസിൽ ചെന്ന് അവർ കൂടുതൽ ആളുകളെ ഹയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് പ്രോപ്പർ രീതിയിൽ ബിസിനസ് ഒക്കെ മാനേജ് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയും മുന്നോട്ട് പോകുന്നു. എംപ്ലോയീസിനെ കെയർ ചെയ്യുന്ന പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ആക്ച്വലി മിഷേൽ അങ്ങനെയല്ല. പുള്ളിക്കാരിക്ക് ബിസിനസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ലൈഫ് നേരത്തെ കൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് എന്ത് ഏത് സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവളുടെ ലൈഫും എല്ലാ തരത്തിലും പെർഫെക്റ്റ് ആയിരുന്നു. പുള്ളിക്കാരി ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ടെഡിയും ഡോണും ഇടയ്ക്ക് കയറുന്നത്. കമ്പനിയിൽ നിന്ന് വീട്ടിലെത്തിയ നമ്മുടെ മിഷേലിനെ തട്ടിക്കൊണ്ടുപോകാൻ ജെനിഫർ ആനിസ്റ്റന്റെ മാസ്കും വെച്ച് നമ്മുടെ ടെഡിയും ഡോണും അവിടെ ഉണ്ടായിരുന്നു. ബലം പ്രയോഗിച്ച് അവളെ ബോധം കെടുത്താൻ ശ്രമിച്ചപ്പോൾ അവൾ തിരിച്ചടിച്ചിട്ട് ഓടി മാറാൻ നോക്കി. കുറച്ച് നേരത്തെ അടിക്കും തിരിച്ചടിക്കും ഒടുവിൽ നമ്മുടെ ടെഡിക്കും ഡോണിനും അവളെ ബോധം കെടുത്താൻ പറ്റി. അങ്ങനെ അവളുടെ തന്നെ കാറിൽ ഇവന്മാരുടെ സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോകുമ്പോൾ അവളുടെ തലയിലെ മുടി മുഴുവൻ ഷേവ് ചെയ്ത് കളയാൻ പറയുന്നുണ്ട്. ഇപ്പോൾ കാറിൽ വെച്ച് തന്നെ വേണോ? ഞാൻ അവളെ ഹേർട്ട് ചെയ്താലോ എന്ന് ഡോൺ ചോദിക്കുമ്പോൾ അതേ ഡോൺ ഇപ്പൊ തന്നെ ചെയ്യും, അവൾക്ക് അവളുടെ മുടി ഉപയോഗിച്ച് അവളുടെ ആളുകൾക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റും. ടെഡി പറഞ്ഞത് കേട്ട് ഡോണും അവളുടെ മുടി മുഴുവൻ ഷേവ് ചെയ്ത് കളഞ്ഞു. അല്ല ടെഡി ഇതെന്ത് തേങ്ങ പറയുന്നേ? മുടി ഉപയോഗിച്ചൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇവളൊരു ഏലിയൻ ആണെന്നാണ് ടെഡി പറയുന്നത്. നമ്മുടെ മിഷേൽ മനുഷ്യനേ അല്ല, പുള്ളിക്കാരി ഒരു ഏലിയൻ ആണ്. അതിനുള്ള എല്ലാ സൈൻസും അവളുടെ ശരീരത്തിൽ കാണാം. ചെറിയ കാലുകൾ, കട്ടി കുറഞ്ഞ സ്കിൻ, ഒരല്പം തള്ളി നിൽക്കുന്ന പോലെയുള്ള ചെവി, ഇവയൊക്കെ ഏലിയൻസിനാണ് ഉള്ളതെന്ന്. മിഷേൽ കാണാൻ മനുഷ്യനെ പോലെയാണെന്നുണ്ടെങ്കിലും അവളുടെ നെർവസ് സിസ്റ്റം ഡിഫറൻ്റ് ആണ്. അവളോട് സംസാരിക്കുന്നതിന് മുമ്പ് അവളുടെ ശരീരം മുഴുവൻ ഒരു പ്രത്യേക ക്രീമൊക്കെ തേച്ച് നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് ഇവന്മാർ സംസാരിക്കാൻ ചെല്ലുന്നത്. ബോധം തെളിഞ്ഞു വരുന്ന മിഷേൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇത് എവിടെ? ഇത് ഹോസ്പിറ്റലാണോ? ഹേയ്, ആരാ നിങ്ങളൊക്കെ?
എൻ്റെ മുടിക്ക് എന്താ പറ്റിയേ? നിന്റെ മുടി ഞങ്ങൾ ഷേവ് ചെയ്ത് കളഞ്ഞു. ആരാ നിങ്ങൾ? എന്തിനു മുടി ഷേവ് ചെയ്തു? നിനക്കറിയാലോ നീ നിന്റെ മദർഷിപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ. എന്നാന്ന് മദർഷിപ്പാ? നീയൊക്കെ ആര്? ദേ നോക്ക്, ഞാൻ ക്ലിയർ ആയിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറയാം. എന്നെ കാണാതായി എന്ന് വിവരം പറഞ്ഞ ഉടൻ തന്നെ അന്വേഷണം തുടങ്ങും. ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുമൊന്നുമല്ല, എന്നാലും എന്നെ പോലെ ഒരാളെ കാണാതായാൽ അവർ അത്രയും സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കും. ഒത്തിരി ആളുകൾക്ക് ജോലി കൊടുക്കുന്ന, എക്കോണമി അത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻ്റേത്. ഇപ്പം ഇവിടെ നിങ്ങളായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരുപാട് നേരമൊന്നും എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. സോ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? പണമാണോ? കൊള്ളാലോ, നീ കറക്റ്റ് ഹ്യൂമൻസ് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ തന്നെ റെസ്പോണ്ട് ചെയ്തു. എന്നാന്ന് ഹ്യൂമൻസ് റെസ്പോണ്ട് ചെയ്യുന്ന പോലെയോ? എന്തിവിടെ നടക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഒന്നും അറിയത്തില്ല, എല്ലാം ഞാൻ പറഞ്ഞു തരണമായിരിക്കും അല്ലേ? നീ ഒരു ഏലിയനാണ്, റോയൽ ആൻഡ്രോമഡൻ കോർട്ടിലെ ഹൈ റാങ്കിങ് ഒഫീഷ്യലാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഭൂമിയിൽ വന്ന് മനുഷ്യരെ കൺട്രോളാക്കാൻ ശ്രമിക്കുമല്ലേ നീയൊക്കെ? ഈ വരുന്ന ലൂണാർ എക്ലിപ്സിന് മര്യാദയ്ക്ക് ഞങ്ങളെ നിന്റെ മദർഷിപ്പിൽ കൊണ്ടുപോകണം. നിന്റെ സുപ്പീരിയേഴ്സിനോട് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിർത്തിക്ക് എന്തോന്ന് ഇതൊക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഏലിയൻ അല്ല. ഉടനെ ടെഡി ഇടയ്ക്ക് കയറി കള്ളം പറയണ്ട. നീ ഒരു ഏലിയൻ ആണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായതാണ്. നിന്റെ ഫേസിൽ ഞാൻ തേർമൽ ഇമേജിങ് ചെയ്തതാണ്. മാത്രമല്ല നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ മുഴുവൻ ആൻഡ്രോമഡൻ കോഡ്സ് ആണ്. എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. ഇന്നൊരു രാത്രി മുഴുവൻ നീ സമയം എടുത്തോ. എന്നിട്ട് നിന്റെ എംപറർക്ക് കൊടുക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ പറയണം. ഞങ്ങളെ നിന്റെ മദർഷിപ്പിലേക്ക് കൊണ്ടുപോകാനും ഞങ്ങളുടെ സ്പീഷീസിനെ ഭൂമിയിൽ തന്നെ നിലനിർത്താൻ വേണ്ട നെഗോഷിയേഷൻസിനും വേണ്ടി സഹകരിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം എന്നും പറഞ്ഞ് ഉമാർ രണ്ടുപേരും ഇവളെ പൂട്ടിയിട്ടിട്ട് മാറിപ്പോയി. എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. കിളിപോയ ഉമാർ രണ്ടുപേരും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ഇവളൊരു ഏലിയൻ ആണെന്നൊക്കെ വിചാരിച്ച് അവളെയും പിടിച്ചുകൊണ്ട് വന്ന് പൂട്ടിയിട്ട് മദർഷിപ്പിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു. പാവ മിഷേൽ നിസ്സഹായാണ്. ഇവിടെ ആരും അവളെ സഹായിക്കാനില്ല. ഇനിയിപ്പോൾ അവളെ കാണാതായ ഇൻഫർമേഷനൊക്കെ പുറത്തറിഞ്ഞ് അവളെ അന്വേഷിച്ച് ഫെഡറൽ ഫോഴ്സസ് വന്ന് ഇവിടെ വന്ന് കണ്ടുപിടിച്ചാൽ അവൾ രക്ഷപ്പെടും. ടെഡിയുടെ ഫാമിലി, കമ്മ്യൂണിറ്റി, കോവർക്കേഴ്സിൽ പലരെയും അതേപോലെ ബീസിനെ പോലും കൊല്ലുന്നത് അവളാണ് എന്നൊക്കെയാണ് ടെഡി പറയുന്നത്. ടോട്ടലി പോയിന്റ്ലെസ് ആരോപണങ്ങളൊക്കെയാണ്. എന്തൊക്കെയോ കാരണത്താൽ ഇവനിങ്ങനെ ആയിപ്പോയി. ഇവൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി. ഓട്ടിസം ബാധിച്ച ഇവന്റെ കസിൻ ഡോണിനെ ഇതെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ടെഡിക്ക് എളുപ്പമായിരുന്നു. ടെഡി എന്തോന്ന് പറഞ്ഞാലും ചോദ്യം ചെയ്യാൻ പോലും നിൽക്കാതെ എക്സാക്ട്ലി അതുപോലെ അനുസരിക്കുക. അത്ര മാത്രമേ ഡോൺ ചെയ്യുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഡോണിന് തോന്നിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാനും എളുപ്പമാണ്. രാത്രി മിഷേൽ കുത്തിയിരുന്ന് കരയുന്നതൊക്കെ അവിടെ വെച്ചിരുന്ന ക്യാമറയിലൂടെ കാണുന്ന നമ്മുടെ ഡോണിന് അവളോടൊരു സഹതാപം തോന്നി. ഇവള് ശരിക്കും ഏലിയൻ തന്നെയാണോ എന്ന് സംശയത്തോട് ചോദിക്കുമ്പോൾ നമ്മുടെ ടെഡി അവൾ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അവൾക്ക് എല്ലാ തന്ത്രങ്ങളും അറിയാം. മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്ത് നിന്നെ പറ്റിച്ച് മുതലെടുക്കാനാണ് ശ്രമം. ഞാൻ പറയുന്നത് കേൾക്ക്, അതിൽ വീണു പോകരുത്. 4 ദിവസം കൂടിയേ ഉള്ളൂ. ലൂണാർ എക്ലിപ്സ് ആകുമ്പോൾ അവരുടെ ആൻഡ്രോമഡൻ ഷിപ്പ് വരും. ഇവളിലൂടെ നമുക്ക് അവിടെ എത്തി ഹ്യൂമൻ വെർത്താണ് എന്ന് അവരുടെ എംപററിനെ ധരിപ്പിക്കണം. എല്ലാം നമ്മുടെ പ്ലാൻ പ്രകാരം നടക്കണമെന്നൊക്കെ പറഞ്ഞ് ഡോണിനെ കൺവിൻസ് ചെയ്ത് വിട്ടു. ഡോൺ രാത്രി ആൻഡ്രോമഡ ഗാലക്സിയെ പറ്റി സെർച്ച് ചെയ്ത് നോക്കുന്നൊക്കെയുണ്ട്. നമ്മുടെ ടെഡി ഇങ്ങനെയൊക്കെ വിശ്വസിക്കാനും ഇങ്ങനെയൊക്കെ ആവാനും കാരണം അവന്റെ പാസ്റ്റ് ആണ്. ആളുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു സിംബോളിക് ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവന്റെ അമ്മ ഒരു അഡിക്റ്റ് ആയിരുന്നു. വീട്ടിൽ അത്ര നല്ല അവസ്ഥയായിരുന്നില്ല. അഡിക്ഷൻ കാരണം പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി. ട്രീറ്റ്മെന്റുകൾക്ക് പുള്ളിക്കാരിയെ രക്ഷിക്കാൻ പറ്റില്ലെന്നോ പിന്നെ മറ്റെന്തൊക്കെയോ കാരണങ്ങളാലും കോമ അവസ്ഥയിലായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സിംബോളിക് ഫ്ലാഷ് ബാക്കിൽ പുള്ളിക്കാരി നമ്മുടെ ടെഡിയോട് പറയുന്നത് കാണാം, അവർക്ക് സംഭവിച്ച പോലെ ഇവനും സംഭവിക്കരുതെന്നും അവരെ അതിന് അനുവദിക്കരുത് എന്നൊക്കെ. ആരാണ് ഈ അവര്? മിഷേലിനെ ആയിരിക്കുമോ? ഏതായാലും ടെഡിയുടെ ചെറുപ്പം അത്ര നല്ലതായിരുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അവന്റെ അമ്മയിൽ നിന്ന് പ്രോപ്പർ അറ്റൻഷൻ കിട്ടാത്തത്, മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയത്, ഒറ്റപ്പെടൽ, പിന്നെ കൂടുതലും സയന്റിഫിക് റിലേറ്റഡ് ആയിട്ടുള്ള വെറും ഫാന്റസീസ്, ഉറപ്പില്ലാത്ത വെറും ഹൈപ്പോത്തിസിസ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട്, ആ തരത്തിലുള്ള പോഡ്കാസ്റ്റുകളും യൂട്യൂബ് വീഡിയോസും ഒക്കെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് ആ രീതിയിൽ അവന്റെ ചിന്താഗതി മാറിയിട്ടുള്ളതാവാനും ചാൻസ് ഉണ്ട്. ദെൻ പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് വന്ന് നമ്മുടെ ടെഡിയോട് അതുവഴി വന്ന ആ നാട്ടിലെ ഷെരീഫ് സംസാരിക്കുന്നത് കാണാം. ഇദ്ദേഹത്തിന്റെ പേര് ക്യാസി. ഇദ്ദേഹമാണ് നമ്മുടെ ടെഡിയുടെ ബേബി സിറ്റർ. ടെഡിയുടെ ചെറുപ്പം അത്ര നന്നായിരുന്നില്ല. അവന്റെ അമ്മ ഒരു അഡിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പുള്ളിക്കാരിക്ക് ടെഡിയെ നന്നായിട്ട് വളർത്താൻ പറ്റിയില്ല. ഇങ്ങേരാണ് ഒരു പ്രായം വരെയും അവനെ വളർത്തിയത് എന്ന് പറയാം. രാവിലെ കുശലം അന്വേഷിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തിയതാണ്. എന്തൊക്കെയുണ്ട്, എങ്ങനെ പോകുന്നു, ഇപ്പോഴും ഡോൺ ഇവന്റെ കൂടെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ച്, എന്നാ ശരി നീ നിൽക്കണ്ട, പൊക്കോ പോയി ജോലി ചെയ്തോ എന്ന് പറഞ്ഞു വിട്ടു. മിഷേൽ CEO ആയിട്ടുള്ള ഓക്സോലിത് കമ്പനിയുടെ ഒരു സബ്സിഡറിയിലാണ് നമ്മുടെ ടെഡിയും വർക്ക് ചെയ്യുന്നത്. മിഷേലിനെ കാണുവാനില്ല. ഏതാണ്ട് 48 മണിക്കൂറുകളാവുന്നു അന്വേഷണം നടന്നു വരുന്നു എന്നൊക്കെയുള്ള ന്യൂസും ഇവൻ കാണുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇവരിലേക്ക് എത്താൻ സമയമെടുക്കും. ഇതുവരെയും പോലീസുകാർ അന്വേഷണം ഈ വഴിക്ക് വന്നിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ശേഷം ടെഡിയും ഡോണും മിഷേലിന്റെ അടുത്ത് ചെന്നപ്പോൾ നേരത്തെ കൊടുത്ത റെക്കോർഡറിൽ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവള് ഔട്ടർ സ്പേസിൽ നിന്ന് വന്ന ഒരു ഏലിയനാണ്. തന്റെ ഈ ഹ്യൂമൻ ഫ്രണ്ട്സിനെയും തന്റെ ഷിപ്പിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഹ്യൂമൻ ലാംഗ്വേജിൽ തന്നെയാണ് അവൾ പറഞ്ഞത് എന്നും പറഞ്ഞ് ടെഡി അത് അടിച്ചു പൊട്ടിച്ചു. ഇവളിതൊക്കെ ഏലിയൻ ലാംഗ്വേജിൽ വേണം അത്രേ സംസാരിക്കാൻ. ഇതിപ്പോൾ ഇവന്മാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ഇവരുടെ ലാംഗ്വേജ് തന്നെ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞങ്ങ് ദേഷ്യപ്പെട്ടു. ടെഡി, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നോക്ക്, നീ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതൊക്കെ വെറും കഥകൾ മാത്രമാണ്. നിനക്ക് ഈ അറിവുകളൊക്കെ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയതാവും. അതും റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെന്ന് പലരും പറഞ്ഞപ്പോൾ നീ അറിയാതെ അത് വിശ്വസിച്ചു പോയി. ഇതാണോ നിനക്ക് പറയാനുള്ളേ? ഇന്റർനെറ്റിൽ കണ്ട കഥയും വിശ്വസിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്? കൊള്ളാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹ്യൂമൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മിഷേൽ എങ്ങനെയൊക്കെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും ഇവൻ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഷാരോത്തെ ചക്കയെന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. മിഷേൽ വളരെയധികം കൺട്രോൾ
കൺട്രോൾ ചെയ്ത് ഇവനെ വെറുപ്പിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കാൻ നോക്കിയെങ്കിലും ഇവന് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. കസേര എടുത്ത് മിഷേലിന് നേരെ ഒരൊറ്റയേറ്. അവള് കുനിഞ്ഞതുകൊണ്ട് കൊണ്ടില്ല. ടെഡിയെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ സമാധാനപ്പെട്ട് എന്താണ് ഇവന് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പണമാണോ, പവറാണോ, അതല്ലെന്നുണ്ടെങ്കിൽ സെക്സ് ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല ടെഡിക്ക് വേണ്ടത്. ഇവൻ പഠിച്ചു വെച്ചിരിക്കുന്ന, ഇവൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഇവള് എന്ന് ഇവള് സമ്മതിക്കണം. ഇവളൊരു ഏലിയനാണ്. ലൂണാർ എക്ലിപ്സ് ദിവസം ഇവരുടെ ആൻഡ്രോമിഡൻ ഷിപ്പിലേക്ക് ഇവന്മാരെ കൂട്ടിക്കൊണ്ടു പോകണം, ആൻഡ്രോമിഡൻ എംപററിനോട് സംസാരിക്കണം എന്നിങ്ങനെയൊക്കെയാണ് ഇവന്റെ വാദങ്ങൾ. ഐ എം സോറി ടെഡി, നീ മെന്റലി സ്റ്റേബിൾ അല്ല. പുള്ളിക്കാരി പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് അടിയും കഴിഞ്ഞു. എല്ലാവരും ആദ്യം എതിർക്കും, പിന്നീട് സമ്മതിക്കും, ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും എന്നും പറഞ്ഞ് ടെഡിയും ഡോണും അവിടുന്ന് മാറിപ്പോയി. പിന്നീട് അവന്റെ കാറിനകത്ത് കയറിയിരുന്ന അലറുന്ന ടെഡിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവൻ ഒട്ടും സ്റ്റേബിൾ അല്ല, മെന്റലി ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലാണ് അവൻ എന്ന് കാണിച്ചു തരുന്നുണ്ട്. ശേഷം നമ്മുടെ ടെഡിക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഡോണിനും പറഞ്ഞു കൊടുക്കുന്നു. ഗിഡിയോൺ 55 എന്ന യൂട്യൂബ് ചാനലിലാണ് ഇക്കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഇവൻ കാണുന്നത്. ആൻഡ്രോമിഡൻസിനെ പറ്റി, അവരുടെ പ്ലാനറ്റിനെ പറ്റി, ആൻഡ്രോമിഡൻ ഇൻഫിൽട്രേഷനെ പറ്റി, അവരിൽ പലരും ഹൈ റാങ്കിങ് ആൻഡ്രോമിഡൻ ഒഫീഷ്യൽസ് ഉൾപ്പെടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ആൻഡ്രോമിഡൻസിനെ പറ്റി ഇന്റർനെറ്റിൽ പല തിയറീസ് പറയുന്നുണ്ട്. ഇതിൽ അവരെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തിയത് ടെഡി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അവരെ തിരിച്ചറിയാനുള്ള മാർഗം, ഒരാൾ ഹ്യൂമൻ ആണോ ഏലിയൻ ആണോ എന്ന് കണ്ടെത്താനുള്ള വഴി കണ്ടുപിടിച്ചത് നമ്മുടെ ടെഡി തന്നെയാണ്. ഇതുവരെ അവൻ പഠിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ 100% ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പം അവർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മിഷേൽ അവളൊരു ഏലിയൻ തന്നെയാണ്, അവളൊരു ആൻഡ്രോമിഡൻ തന്നെയാണ്. ലൂണാർ എക്ലിപ്സിന് മുമ്പ് അവൾ സത്യം തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ. അവളുടെ സഹായത്തോടെ സ്പേസ് ഷിപ്പിൽ എത്തണം, മദർ ഷിപ്പിൽ എത്തണം. ആൻഡ്രോമിഡൻസിന് ഇവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോപ്പർ ക്ലിയർ മൈൻഡോടുകൂടി വേണം അവരോട് സംസാരിക്കാൻ. ഹ്യൂമൻസ് വർത്താണ്, ഭൂമിയിൽ തുടർന്ന് ജീവിക്കാൻ ഹ്യൂമൻ വർത്താണ് എന്ന് അവരെ ധരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അതായത് പറഞ്ഞു വരുന്നത് ആൻഡ്രോമിഡൻസ് ഭൂമിയിലുള്ള ഹ്യൂമൻസ് വರ್ತല്ല എന്ന് കരുതി ഇവരെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ പദ്ധതി തടഞ്ഞ് ഹ്യൂമൻസ് വർത്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഹ്യൂമൻസിനെ എല്ലാം രക്ഷിക്കാനാണ് ഇവന്മാര് ശ്രമിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ടെഡി ശ്രമിക്കുന്നത്. സ്പേസിൽ പോയി അവിടെ അവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളതൊന്നുമല്ല പ്ലാൻ. അവിടെ പോയി എല്ലാം സംസാരിച്ച് സെറ്റാക്കി ഭൂമിയെ സേവ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഭൂമിയിൽ തന്നെ ജീവിക്കുക എന്നുള്ളതാണ്. then അടുത്ത ദിവസം ഇവന്മാർ വീണ്ടും മിഷേലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇത്തവണ അവളങ്ങ് സമ്മതിക്കുന്നുണ്ട്. അവളൊരു ഏലിയനാണ്, പറ്റിക്കാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല, ഞാനൊരു ഏലിയനാണെന്ന് പറയുന്നുണ്ട്. ആണല്ലേ, നീ ഒരു ഏലിയനാണ്, എന്നാ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം, നിന്നെ കറണ്ട് അടുപ്പിച്ച് കളിക്കാം. പുള്ളിക്കാരി കെഞ്ചിക്കേണ്ടി പറഞ്ഞിട്ടും ഒന്നും വകവെക്കാതെ ടെഡി അവളെ പിടിച്ച് ചെയറിലിരുത്തി ഇലക്ട്രിക് വയേഴ്സ് എല്ലാം കണക്ട് ചെയ്ത് പുള്ളിക്കാരിനെ ഷോക്ക് അടിപ്പിക്കുന്നു. ഹൈ വോൾട്ടേജ് അവളുടെ ശരീരത്തിലൂടെ കടത്തിവിട്ടു. ഏതൊരു മനുഷ്യനും സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. പാവം ഇവളുടെ അവസ്ഥ കണ്ടിട്ട് ഡോണ് പോലും നിർത്തുക എന്ന് പറയുന്നുണ്ട്. അതൊന്നും വകവെക്കാതെ ടെഡി വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരുന്നു. വീട്ടിൽ സർക്യൂട്ട് ഷോർട്ട് ആവാൻ തുടങ്ങിയെങ്കിലും ഇവൻ നിർത്തിയില്ല. വോൾട്ടേജ് കൂട്ടി പവേഴ്സ് എല്ലാം ബ്ലിങ്ക് ആവാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഡോൺ കേബിൾസ് വലിച്ചൂരി. എടാ അവള് ചത്തുപോയനെ, നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നേ? നോ നിനക്ക് മനസ്സിലായില്ലേ, കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റി. കഴിഞ്ഞ തവണയോ? നീ എന്താ ഉദ്ദേശിച്ചേ? അത് എടാ നീ ആ ടവലിംഗ് എടുത്തേ. ടെഡി മിഷേലിന്റെ അടുത്ത് ചെന്ന് പുള്ളിക്കാരുടെ കാലിലും കയ്യിലും തലയിലും ഒക്കെ കെട്ടിയിരുന്നതെല്ലാം അഴിച്ചു മാറ്റി. യോ മാജസ്റ്റി, എന്നോട് ക്ഷമിക്കണം, നിങ്ങളാണ് അഡ്മിൻ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയില്ല. ഇത്രയും വോൾട്ടേജ് റോയൽ ജനറ്റിക് കോഡുള്ളവർക്ക് സഹിക്കാൻ പറ്റൂ. ഐ എം റിയലി സോറി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളുടെ വായിൽ നിന്ന് വന്ന ബ്ലഡ് ഒക്കെ ഇവൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും നമ്മുടെ ടെഡിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ടെഡിയുടെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു സമയം മിഷേലിന്റെ കമ്പനി പേഷ്യൻസിൽ കുറച്ച് പേരിൽ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. അവരുടെ മരുന്നുകളൊക്കെ പരീക്ഷിച്ചിരുന്നു. ടെസ്റ്റ് എല്ലാം പരാജയമായതുകൊണ്ട് പേഷ്യൻസ് കോമയിലായി. അങ്ങനെ ആയപ്പോൾ മിഷേല് ഇവരുടെ വേണ്ടപ്പെട്ടവരെ നേരിട്ട് കണ്ട്, നമ്മുടെ ടെഡിയെ ഉൾപ്പെടെ നേരിട്ട് കണ്ട് അവരോട് ഇതെല്ലാം ഒരു ടെസ്റ്റിന്റെ ഭാഗമായിട്ട് പറ്റിപ്പോയതാണ്, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും എല്ലാ തരത്തിലുള്ള ചിലവുകളും അവർ ഏറ്റെടുക്കുന്നു, അവരുടെ മെഡിസിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ഉറപ്പ് കൊടുത്തിരുന്നു. ഇപ്പോഴും ടെഡിയുടെ അമ്മ സാൻഡി ചികിത്സയിലാണ്. ഓക്സോലിത്തിന്റെ പരീക്ഷണം കാരണം ഇങ്ങനെ ഒരുപാട് പേര് ചികിത്സയിൽ കഴിയുന്നുണ്ട്. മേ ബി ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിരിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. ഇപ്പോൾ ഏതായാലും നമ്മുടെ മിഷേൽ റോയൽ ജീനാണെന്ന് മനസ്സിലായതോടെ ടെഡി അവളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവളെ രക്ഷപ്പെടാൻ അനുവദിച്ചേക്കാവുന്നല്ല, കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, എല്ലാം ഗൺ പോയിന്റിലാണെന്ന് മാത്രം. അവളെ കുളിക്കാൻ സമ്മതിച്ചു. വേണമെങ്കിൽ അവൾക്ക് വിഗ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് വിഗൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ടെഡിയുടെ അമ്മയുടെ ഡ്രസ്സും കൊടുക്കുന്നുണ്ട്. അതിൽ പുള്ളിക്കാരുടെ പേര് സാൻഡി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. അവൾ രക്ഷപ്പെട്ടു ഓടാതിരിക്കാൻ ഇപ്പോഴും കെട്ടിയിട്ടേക്കുവാണെങ്കിലും ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഫുഡൊക്കെ കൊടുത്ത് സൗമ്യമായി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ ക്രൂരതകൾക്ക് ശേഷവും അവൾ ജീവനോടെ ഉള്ളത് ഭാഗ്യം. എന്താണ് ഇവന്മാരുടെ ശരിക്കുള്ള ഉദ്ദേശം? ഈ ഭ്രാന്തന്മാരുടെ ഭ്രാന്തിനെ അതിജീവിച്ച് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന അവള് ഇവരുടെ മൂവ്മെന്റ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ഇതൊരു മൂവ്മെന്റ് ഒന്നുമല്ല, ഞാൻ മാത്രമാണ് ഇത് തുടങ്ങി വെച്ചത്, അല്ലാതെ ഒരു കൂട്ടം ആളുകളൊന്നും എൻ്റെ കൂടെ ഇല്ല. റൈറ്റ്, എനിക്കും ഇങ്ങനെയുള്ള ആക്ടിവിസം ഒക്കെ ഇഷ്ടമാണ് എന്ന് മിഷേൽ പറയുമ്പോൾ, ആക്ടിവിസം എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന 99.9% കാര്യങ്ങളും ഓരോ വ്യക്തികൾ അവരവരുടെ ഇമേജ് മെച്ചപ്പെടുത്താൻ അവരെ തന്നെ സ്വയം ഒന്ന് പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, ആളുകൾക്കിടയിൽ ഒരു വില ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ്, കാട്ടിക്കൂട്ടലുകളാണ് എന്ന് ഇവൻ പറയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു മൂവ്മെന്റോ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലോ അല്ല ഇവനോട് ഉദ്ദേശിക്കുന്നത്. ഇവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവന് കൃത്യതയുണ്ടത്രേ. ഇവരെങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനിടെ നമ്മുടെ ഡോൺ ഒന്ന് ബാത്റൂമിൽ പോകട്ടെ എന്ന് ടെഡിയോട് ചോദിക്കും. ഇല്ല ഇപ്പോൾ പറ്റില്ല, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ, പിന്നെ പോവാം. അവരുടെ ഡിസ്കഷൻസ് തുടർന്നു. ഹണി ബീസിനെ പറ്റി, അവർക്കിടയിൽ ഉണ്ടാകുന്ന കോളനി കൊളാപ്സ് ഡിസോർഡർ CCDയെ പറ്റി, നമ്മുടെ മിഷേലിന്റെ കമ്പനി സാധാരണക്കാരായ ജനങ്ങളോട് ഇത്തരത്തിലുള്ള
എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലെന്നും ബീസിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവാൻ മറ്റു പല റീസൺസും ഉണ്ടെന്ന് ഇവള് പറയുന്നുണ്ട്. ജനറ്റിക് ഇഷ്യൂസോ അല്ലെങ്കിൽ ഹാബിറ്റ്സ് ചേഞ്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടെ. അവിടെ സംഭവിക്കുന്നതിനും മറ്റെവിടെ സംഭവിക്കുന്നതിനും സിംബോളിക്കലി ഇതാണ് റീസൺ എന്ന് പറഞ്ഞു വെക്കുന്നതിന് പകരം അതിന്റെ കറക്റ്റ് റീസൺ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇരുവരും അവരവരുടെ പോയിന്റ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പാവ നമ്മുടെ ഡോൺ പിടിച്ചു വെച്ചേക്കുവാണ്. ടെഡിയോട് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകട്ടെ ചോദിച്ചപ്പോൾ ഇപ്പൊ പോകണ്ടെന്നാണ് മറുപടി. ടെഡിക്ക് മിഷേലിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയാം എന്ന് അവൻ പറയുമ്പോൾ അവൾക്കും ഇവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം, ഇവന്റെ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഇവൾക്ക് ഇടാൻ കൊടുത്ത ഡ്രസ്സിൽ ഇവന്റെ അമ്മയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരെ ശ്രദ്ധിച്ചിരുന്നു. അവൾ ഇങ്ങനെ ഇവന്റെ അമ്മയെ പറ്റി പറയുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അമ്മയെ പറ്റി പറയാൻ പാടില്ല എന്നവൻ വിലക്കിയിട്ടും അവൾ റിപ്പീറ്റ് ചെയ്തു. അവർ വിചാരിച്ചാൽ തീർച്ചയായും ഇവന്റെ അമ്മയെ സഹായിക്കാൻ പറ്റും, പുള്ളിക്കാരിയെ പഴയ പോലെ ഓക്കെ ആക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് അവനെ അങ്ങ് ട്രിഗർ ചെയ്തെന്നേ. ദേഷ്യത്തിൽ നമ്മുടെ ടെഡി അവളെ പിടിച്ച് അടിക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നിർത്തുമെന്ന് പലതവണ പറഞ്ഞിട്ടും അവൾ റിപ്പീറ്റ് ചെയ്തില്ലേ. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചപ്പോൾ കയ്യിലിരുന്ന ഫോർക്ക് കൊണ്ട് അവൾ ഇവനെ കുത്തി. അവിടെ നീണ്ടിയിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവളെ പിടിച്ച് താഴെയിട്ടു. അവൾ കറക്കി ഇവനെ താഴെയിട്ടിട്ട് കഴുത്തിലൂടെ ഡ്രസ്സ് ഇട്ട് മുറുക്കി അവനെ ശ്വാസം മുട്ടിക്കുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന നമ്മുടെ ഡോൺ പുറകിലൂടെ വന്ന് അവളുടെ തലക്കടിച്ച് അവളെ വീഴ്ത്തി. സെയിം ടൈം ഇവിടുത്തെ ഷെരീഫ് ക്യാസി ഇവരുടെ വീട്ടിൽ വരുന്നുണ്ട്. ഈ കോലാഹലങ്ങളൊക്കെ അങ്ങേരറിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. ഇവരാണ് അവളെ തട്ടിക്കൊണ്ടു പോയതെന്നുള്ള കാര്യം പുറം ലോകം അറിയും. ഒട്ടും സമയം കളയാതെ ഉടൻ തന്നെ അവളെ ബേസ്മെന്റിലേക്ക് മാറ്റി. ഡോൺ ഗണ്ണും പിടിച്ച് കാവൽ നിൽക്കുന്നു. സെയിം ടൈം നമ്മുടെ ടെഡി വാതിൽ തുറന്ന് ക്യാസിയെ അകത്ത് കയറ്റി. മിഷേലിനെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുമല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവളെ എവിടെങ്കിലും കണ്ടായിരുന്നോ, അയൽവക്കക്കാരെങ്കിലും സംശയാസ്പദമായി എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചോ, അവളുടെ കാറോ അവളെയോ എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ടെഡിയും ഞാനൊന്നും കണ്ടിട്ടില്ല കുണ്ടിയാട്ടമ്മച്ചി എന്നുള്ള മട്ടില് ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ സംസാരിക്കുന്നുണ്ട്. അവൻ കേസിക്ക് കഴിക്കാൻ കേക്കൊക്കെ എടുത്തു കൊടുത്തു. കേസി പണ്ട് ഇവനെ ബേബി സിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇവനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ചെറുപ്പത്തിൽ ടെഡിയുടെ ലൈഫ് അത്രമാത്രം ദുരിതം പിടിച്ച അവസ്ഥയിലൂടെയാണ് പോയതെന്ന് പറഞ്ഞിരുന്നല്ലോ. അവന്റെ അച്ഛൻ എങ്ങോട്ടോ പോയതാണ്. ആളെപ്പറ്റി ഒരു ഇൻഫോർമേഷനും ഇല്ല. അമ്മ അഡിക്റ്റ് ആണ്. ടെഡിയെ നോക്കാൻ ഏൽപ്പിച്ച ഇങ്ങേര് തന്നെ അവനെ ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ ഇത്രയൊക്കെ സഹിക്കേണ്ടി വന്ന ഒരാൾ ഇത്രയൊക്കെ സർവൈവ് ചെയ്തു വന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ചെറുപ്പത്തിൽ അവന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളൊക്കെ കാരണം മാനസികമായി അവൻ ഇപ്പോഴും വല്ലാത്ത ഒരവസ്ഥയിലാണ്. അവൻ ഓക്കെ ആയിട്ടില്ല. അന്ന് അവന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളൊക്കെ കാരണം അവന്റെ മൈൻഡ് സെറ്റ് എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് കണ്ടില്ലേ. ഇന്റർനെറ്റിൽ കാണുന്നതൊക്കെ റിയൽ ആണെന്ന് പറഞ്ഞു മിഷേലിനെ പിടിച്ചുകൊണ്ട് വന്ന് എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നേ. അവൾ ഏലിയൻ ആണ് പോലും. ഇനിയെങ്കിലും ഇവന്റെ ആക്ച്വൽ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഇവന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. പണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേസി ടെഡിയോട് സോറി പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ താൻ എപ്പോഴോ മറന്നു എന്നാണ് ഇവന്റെ മറുപടി. ദെൻ കേസിയെ വിളിച്ചുകൊണ്ട് പോയി വീടിനടുത്തുള്ള ഇവരുടെ തേനീച്ച കൃഷിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സെയിം ടൈം ബേസ്മെന്റിൽ നമ്മുടെ മിഷേൽ ഡോണിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ടെഡിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡോൺ കുറച്ച് വീക്ക് ആണെന്നും ഇവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും ഇവൾക്ക് മനസ്സിലായിരുന്നു. ഇപ്പൊ മിഷേലിനെ ഇവിടെ അഴിച്ചു വിട്ടാൽ ഡോണിനെ അവൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാണ്. ഡോണിനെയും ടെഡിയെയും അവൾ ഹെൽപ്പ് ചെയ്യാം. ഇൻ കേസ് ടെഡിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഡോണിന് ഒരു ബെറ്റർ ലൈഫ് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പുള്ളിക്കാരി ഓഫർ ചെയ്യുന്നുണ്ട്. ഡോണിന് എന്ത് സഹായമാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവളൊരു ഏലിയൻ ആണെന്നുണ്ടെങ്കിൽ അവളുടെ സ്പേസ് ഷിപ്പിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് അവന്റെ ആവശ്യം. ഡോൺ, നിനക്കറിയാലോ ഞാൻ ഒരു ഏലിയൻ അല്ലാന്ന്. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ നീ ഒരു ഏലിയൻ ആണെങ്കിൽ ഞങ്ങളെ നിന്റെ സ്പേസ് ഷിപ്പിൽ കൊണ്ടുപോകണം. ഇവനോടൊന്നും 100 തവണ ഇവളൊരു ഏലിയൻ അല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു കൊടുത്താൽ ഇവന്മാർ വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ മിഷേലും എല്ലാം സമ്മതിക്കുന്നുണ്ട്. ശരിയാ, ഈ ഭൂമി ശരിയല്ല, നമുക്ക് ഭൂമി വിട്ട് എങ്ങോട്ടെങ്കിലും പോയേക്കാം, ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം, പ്ലീസ് എന്നെ അഴിച്ചുവിട്, നമുക്ക് ഇവിടുന്ന് പോകണ്ടേ. പോണം. ടെഡി വരുന്നതിന് മുമ്പ് നമ്മൾ പോവല്ലേ, എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമോ? ടെഡി വരുമ്പോൾ എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണെന്നും പിന്നെ അവനെ കൂട്ടാതെ പോയതുകൊണ്ട് സോറി പറഞ്ഞേക്കോ? അതിനെന്താ, തീർച്ചയായും താൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് മിഷേൽ അവളുടെ കയ്യിൽ കെട്ടിയിരുന്ന വിലം കഴിക്കാൻ കൈ ഇങ്ങനെ നീട്ടിയതും ഇവൻ താണ്ട് തോക്കെടുത്ത് അവന്റെ താടിയിലോട്ട് എന്നെ വെച്ച് ഷൂട്ട് ചെയ്തെന്നേ. സബാഷ്. അവന്റെ കാഴ്ചപ്പാടിൽ ഭൂമി വിട്ടു പോകാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അവൻ മനസ്സിലാക്കി വെച്ചിരുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പൊ അവന്റെ ജീവൻ പോയി. ഗൺ ഫയർ ആവുന്ന ശബ്ദം കേട്ട് നമ്മുടെ ഷെരീഫ് ക്യാസി അവിടുന്ന് ഇങ്ങോട്ട് ഓടി വരാൻ തുടങ്ങുമ്പോൾ ടെഡി അങ്ങേറെ തലക്കടിച്ച് വീഴ്ത്തി അങ്ങേരെ കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവൻ ഓടി ബേസ്മെന്റ് വന്ന് നോക്കിയപ്പോൾ ഡോൺ മരിച്ചു കിടക്കുന്നു. ഗൺ എടുത്ത് മിഷേലിന് നേരെ പോയിന്റ് ചെയ്തു. ടെഡി വെയിറ്റ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, പോലീസ് ഇറങ്ങി വരുമെന്നൊക്കെ പേടിച്ച് അവൻ പാനിക്കായിട്ട് സ്വയം ഷൂട്ട് ചെയ്തതാ. പ്ലീസ് എന്നെ കൊല്ലരുത്, നിന്റെ അമ്മയെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. ഉടൻ ടെഡി ഒന്ന് പോസായി. എങ്ങനെ അമ്മയെ രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. മിഷേലിന്റെ കമ്പനി പുള്ളിക്കാരിയിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുവാണ്. ആക്ച്വലി ഒരു ആൻഡ്രോമിഡൻ എക്സ്പെരിമെന്റ് ചെയ്യുവാണ്. അവരുടെ ജനറ്റിക് കോഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഏകദേശം 45 വർഷം ട്രീറ്റ്മെന്റ് വേണം. അത് സക്സസ് ആണെങ്കിൽ ഉറപ്പായും ഇവന്റെ അമ്മ ജീവനോട് തിരിച്ചു വരും. ഫെയിൽ ആയാൽ സാൻഡി മരിക്കും. എന്നാൽ ഈ എക്സ്പെരിമെന്റ് കെമിക്കലി ടെർമിനേറ്റ് ചെയ്യാനും നമ്മുടെ ടെഡിയുടെ അമ്മയെ കോമ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഒരു വഴിയുണ്ടത്രേ. അതെങ്ങനെ, എന്താ വഴി? എങ്ങനെ എൻ്റെ അമ്മയെ ഉണർത്താൻ പറ്റും? എൻ്റെ കാർ ഇപ്പോഴും നിന്റെ കസ്റ്റഡിയിലല്ലേ? അതിൻ്റെ ട്രങ്കിൽ ഒരു ജഗ് ഉണ്ട്, മോണോ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ ജഗ്. എന്നാൽ ആക്ച്വലി അതിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് മോണോ എത്തിലീൻ ഗ്ലൈക്കോൾ അല്ല, ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ആ ജഗ്ഗിൽ ഒളിപ്പിച്ചതാ.
അത് കൊണ്ടുപോയി നിന്റെ അമ്മയിൽ ഇഞ്ചെക്ട് ചെയ്താൽ കെമിക്കലി ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. കേട്ടപാടെ ടെഡി ഓടി അമ്മയെ രക്ഷിക്കാൻ പറ്റിയ ഒരു അവസരമല്ലേ എന്ന് കരുതി ഓടിച്ചെന്ന് അവളുടെ കാറിന് പുറകെ ആ ജഗ് എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ വലിഞ്ഞു കയറി ഇവന്റെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്ന റൂമിൽ ചെന്ന് പുള്ളിക്കാരിയുടെ ശരീരത്തിൽ അത് ഇഞ്ചെക്ട് ചെയ്തു. മീൻ ടൈം ഇവിടെ നമ്മുടെ മിഷേൽ മരിച്ചു കിടക്കുന്ന ഡോണിന്റെ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് കയ്യിലെ വിലങ്ങെല്ലാം റിമൂവ് ചെയ്ത് ടെഡിയുടെ വീട്ടിൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു മുറിയിൽ കയറി നോക്കിയപ്പോൾ അതിനകത്ത് ദേ മനുഷ്യരുടെ കൈയും കാലും തലയും ഒക്കെ വെട്ടി പീസാക്കി ജാറുകളിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഏലിയൻസ് അഥവാ ആൻഡ്രോമിഡൻസിനെ പറ്റി ഇവന് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ്, അവരുടെ സ്പേസ്ഷിപ്പിന്റെ ചെറിയൊരു മോഡൽ, ഏതൊക്കെയോ സോഴ്സിൽ നിന്ന് കിട്ടിയ ആർട്ടിക്കിൾസ്, ആരൊക്കെയോ ഏതൊക്കെയോ കാലത്ത് വിശ്വസിച്ചിരുന്ന കുറെ അധികം കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ഇവൻ ഇന്നലെയല്ല ഈ പണി തുടങ്ങിയത്. ഏലിയൻ ആണെന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകളെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്ന് ഹറാസ് ചെയ്ത് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അവരുടെ ശരീരം തുണ്ടമായി വെട്ടിമുറിച്ച് അതിലെന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇവൻ. ഇതിനോടകം എവിടൊക്കെയോ കേട്ടിട്ടുള്ള കുറെ കോൺസ്പിറസി കഥയും വിശ്വസിച്ച് എത്രയെത്ര മനുഷ്യരെ ഈ സൈക്കോ കൊന്നു കളഞ്ഞിട്ടുണ്ടെന്നോ. മുഴുഭ്രാന്തം തന്നെ. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് എത്തിലീൻ ഗ്ലൈക്കോൾ അമ്മയുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് വെച്ച് പുള്ളിക്കാരിനെയും കൊന്നു. കുറച്ചു നേരത്തേക്കെങ്കിലും ഇവനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മിഷേൽ വെറുതെ ഉണ്ടാക്കി പറഞ്ഞൊരു കഥയായിരുന്നു അത്. എത്തിലീൻ ഗ്ലൈക്കോൾ ശരീരത്തിൽ കലർന്നാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് അസിഡിക് ആവും, ആള് തട്ടിപ്പോവും. ഹെൽത്തി ഹ്യൂമൻസിന്റെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്താൽ പോലും അർജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തെങ്കിലേ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള എത്തിലീൻ ഗ്ലൈക്കോളാണ് കോമ അവസ്ഥയിൽ കിടക്കുന്ന അവന്റെ അമ്മയുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്തത്. അമ്മ മരിച്ചു, അവള് പറ്റിച്ചതാണ് എന്ന് മനസ്സിലാക്കി വിഷമത്തോടെ ദേഷ്യത്തോടെ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. ഓടി വന്ന് നോക്കിയപ്പോൾ ഇതിനോടകം രക്ഷപ്പെടാൻ നല്ല അവസരം ഉണ്ടായിട്ടും നമ്മുടെ മിഷേൽ രക്ഷപ്പെട്ടിട്ടില്ല. ഇവൻ ഇതുവരെ ചെയ്ത ക്രൂരതകളൊക്കെ മനസ്സിലാക്കി പുള്ളിക്കാരി ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇവൻ ഇതുവരെ കൊന്ന് വെട്ടിനുറുക്കിയവരിൽ എത്ര ആളുകൾ ആൻഡ്രോമിഡൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. 2 പേര്. ഓൾറെഡി 2 ആൻഡ്രോമിഡൻസിനെ, ഹ്യൂമൻസിനിടയിൽ ഉണ്ടായിരുന്ന ആൻഡ്രോമിഡൻസിനെ അവൻ കൊന്നു കളഞ്ഞിരുന്നു എന്ന്. ഈ ഏലിയൻസ് ആൻഡ്രോമിഡൻസ് ഈ ഭ്രാന്ത് കാരണമാണല്ലോ ഇവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഒരു സ്റ്റോറി ഉപയോഗിച്ച് തന്നെ ഇവനെ കീഴടക്കാവുന്നുള്ളതാവാം ഇവളുടെ പ്ലാൻ. വിശദമായിട്ടൊരു സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ആൻഡ്രോമിഡൻസിന്റെ 75ാമത്തെ എംബറാണ് ഭൂമി എന്ന ഗ്രഹം കണ്ടുപിടിക്കുന്നത് എന്ന്. അന്ന് ഡൈനോസേഴ്സ് ആയിരുന്നു ഇവിടെ. അവർക്കിടയിലും വലിയൊരു പ്രോപ്പർ എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന്. ആൻഡ്രോമിഡൻ എംബറർക്ക് ഒരു അബദ്ധം പറ്റി ഭൂമിയിൽ അദ്ദേഹം എന്തോ ഒരു വൈറസിനെ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ഭൂമിയിലുണ്ടായിരുന്ന ജീവനുകളൊക്കെ നശിച്ചുപോയി. ആ ഒരു ഗിൽറ്റിൽ അദ്ദേഹമാണ് ഭൂമിയിൽ പുതിയ ജീവന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണ് മനുഷ്യനുണ്ടാവുന്നത് എന്ന്. ഹ്യൂമൻസ് റീപ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ ഹ്യൂമൻസ് ഉണ്ടായി. ഗ്രാജുവലി അതൊരു സിവിലൈസേഷനായി മാറി. അറ്റ്ലാന്റിസ്, അന്നത്തെ മനുഷ്യര് ഇവരെ ഈ ആൻഡ്രോമിഡൻസിനെ ദൈവങ്ങളായി കണ്ട് വോർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. പോകെ ഹ്യൂമൻസിൽ ഒരു വിഭാഗം ആൻഡ്രോമിഡൻസിനെ കാര്യമാക്കാതെ ലാബുകളിൽ പുതിയ ഹ്യൂമൻസിനെ ഉണ്ടാക്കി തുടങ്ങി. കൂടുതൽ ശക്തരായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ഹ്യൂമൻസ് ഉണ്ടായി. അത് കാരണം തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി, യുദ്ധങ്ങളുണ്ടായി. ഹ്യൂമാനിറ്റിയുടെ മെജോറിറ്റിയും ആ യുദ്ധങ്ങളിൽ നശിച്ചുപോയി. അവശേഷിച്ചവർ കടൽ കടന്നു പോകാനും പുതിയ നാടുകൾ കണ്ടെത്താനും ചെറിയ കൂട്ടങ്ങളായി സ്വന്തം കാര്യം നോക്കി സമാധാനത്തോടെ വലിയൊരു യുദ്ധത്തിന് ശേഷമാണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയെന്ന്. ഇതുവരെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞെങ്കിലും എയ്പ്സിനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ എവല്യൂഷനിലൂടെ പതിയെ ഹ്യൂമൻസ് ആയി മാറി. ബുദ്ധി വളർച്ച കൂടിയപ്പോൾ പ്രശ്നങ്ങളും കോംപ്ലിക്കേറ്റഡ് ആവുമായിരുന്നു. ഇവരുടെ അഗ്രസീവ് സ്വഭാവം കൂടി വന്നു. ഒരുപാട് യുദ്ധങ്ങളുണ്ടായി. ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രശ്നത്തിലാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഹ്യൂമൻസ് ചെയ്തു അത്രേ. വംശഹത്യകളും ഒരുപാട് യുദ്ധങ്ങളും പ്രകൃതിയെ ചൂഷണം ചെയ്തതും അങ്ങനെ തുടങ്ങി നിരന്തര പ്രശ്നങ്ങൾ. ഭൂമിയെ മാലിന്യ കൂമ്പാരമാക്കുന്നത്, ജലം കെട്ടി നിർത്തുന്നത്, ജലം മലിനമാക്കുന്നത്. എന്തിനേറെ മനുഷ്യൻ സ്വയം നശിക്കാൻ തുടങ്ങി. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് സ്വന്തം ശരീരം നശിപ്പിക്കാൻ തുടങ്ങി. കുറച്ചു കാലം ഈ മനുഷ്യരുടെ കൂടെ ഭൂമിയിൽ ജീവിച്ചപ്പോൾ താൻ പോലും സെൽഫിഷ് ആയി പോയി ഇവളിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ ആൻസസ്റ്റേഴ്സിൽ നിന്ന് കിട്ടി വന്ന ജീൻ കാരണം ഇത്രയധികം നിരന്തര പ്രശ്നങ്ങളാണ് ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അഗ്രസീവ് നേച്ചർ മാറ്റാനും ഭൂമിയെ ഒരു സേഫ് പ്ലേസ് ആക്കാനുമായിരുന്നു ഇവരുടെ പരീക്ഷണം. അതിനുവേണ്ടിയാണ് ആൻഡ്രോമിഡൻസ് ഭൂമിയിൽ വന്നതും കുറെ പരീക്ഷണങ്ങൾ നടത്തിയതും. മനുഷ്യ ശരീരത്തിൽ നിന്നും അഗ്രസീവ് ജീവ്സ് റിമൂവ് ചെയ്ത് അവരെയൊക്കെ സ്നേഹമുള്ള മനുഷ്യരാക്കി മാറ്റാനുള്ള പരീക്ഷണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇവന്റെ അമ്മയിലടക്കം ഇവർ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ടെഡി ഇതുവരെ ചിന്തിച്ചു വെച്ചിരുന്നത് ആൻഡ്രോമിഡൻസ് ഭൂമിയിൽ വന്നത് ഇവരെല്ലാം കൊന്നുകളയാൻ, മനുഷ്യരെ കൊന്നുകളയാൻ വേണ്ടിയാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ചില ആൻഡ്രോമിഡൻസ് മനുഷ്യരെ പൂർണ്ണമായും കൊന്നുകളയണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവരുടെ എംബറർ തീരുമാനിച്ചത് അവരെ നമുക്ക് പരീക്ഷണം ചെയ്ത് ഭേദമാക്കി എടുക്കാവുന്നതായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും ഇനിയും അവസരങ്ങളുണ്ട്. ആൻഡ്രോമിഡൻ എംബററിനെ നേരിട്ട് കണ്ട് ടെഡിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഭൂമിയിലെ ഹ്യൂമൻസിന്റെ അഗ്രസീവ് നേച്ചർ മാറ്റാം, അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നൊക്കെ ഇവള് പറഞ്ഞപ്പോൾ ടെഡിയും ഇവളെ വിശ്വസിച്ചു. ഈ പരന്ന ഭൂമിയിൽ എല്ലാം ഓക്കെ ആവാൻ പോവാ. ഭൂമിയിലെ അഗ്രസീവ് നേച്ചർ പൂർണ്ണമായും മാറാൻ പോവാ. ഇന്നാണ് ലൂണാർ എക്ലിപ്സ്. ഏതായാലും നമ്മുടെ മിഷേൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വിഗും വെച്ച് ടെഡിയെയും കൊണ്ട് അവളുടെ ഓഫീസിലെത്തി. ഇവള് തിരിച്ചു വന്നത് കണ്ട് എംപ്ലോയീസ് ഒക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ അവരോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ടെഡി കൂടെ ഉള്ളതുകൊണ്ടാവും. ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ തിരിച്ച് വീട്ടിൽ പൊക്കോ, നിങ്ങൾക്കും കുടുംബം ഉള്ളതല്ലേ എന്നൊക്കെ. ഓഫീസിൽ കയറി പുറത്തുള്ളവർക്ക് ഉള്ളിൽ നടക്കുന്നൊന്നും കാണാതിരിക്കാൻ വേണ്ടി എല്ലാം ക്ലോസ് ചെയ്തിട്ട് അവിടെയുള്ള കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് അതിലൊരു ലോങ് കോഡ് എൻ്റർ ചെയ്ത് അവളുടെ സ്പേസ്ഷിപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുവാണ്. ഓഫീസ് റൂമിലെ ഇവളുടെ കബോർഡാണ് അത്ര ടെലിപ്പോർട്ടർ. അതിലൂടെയാണ് സ്പേസ്ഷിപ്പിലേക്ക് പോകാൻ പറ്റുക. ഇവളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കഥകളൊക്കെ നമ്മുടെ ടെഡി അക്ഷരം പ്രതി വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇൻ എനി കേസ് മിഷേൽ ഇവനെ ചതിക്കാൻ ശ്രമിക്കുവാണെന്നുണ്ടെങ്കിൽ അവളെ കൂടെ ചേർത്ത് കൊല്ലാനായിട്ട് അവന്റെ ശരീരത്തിൽ ബോംബും മറ്റുമൊക്കെ ഘടിപ്പിച്ചാണ് പുള്ളി ഇവളുടെ കൂടെ വന്നത്. ഏതായാലും പുള്ളിക്കാരി കൂടുതൽ ഡ്രാമയ്ക്കൊന്നും നിന്നില്ല. ഇവൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പെരുമാറി. കുറെ കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് അവളുടെ കബോർഡിനകത്ത് കയറി നിൽക്ക്, ഇവനെ നേരെ അവരുടെ സ്പേസ്ഷിപ്പിലേക്ക് ടെലിപ്പോർട്ട് ചെയ്തേക്കാമെന്ന് പറയാണ്. മണ്ടൻ തന്നെ നേരെ പോയി അതിനകത്ത് കയറി വാതിൽ അടച്ചു.
അവൻ അതിനകത്ത് ലോക്കായി. ഇപ്പൊ ഇവള് പോലീസിനെ വിളിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പുള്ളിക്കാരി ആ കാൽക്കുലേറ്ററിൽ ഏതൊക്കെയോ ബട്ടണിൽ പ്രസ് ചെയ്തു. ജീവനോടെ അകത്ത് പോയ നമ്മുടെ ടെഡിയുടെ ശരീരം മുഴുവൻ പൊട്ടിത്തെറിച്ച് അവന്റെ തലയടക്കം തെറിച്ച് വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയുണ്ട്? എല്ലാം ഇവളുടെ പ്ലാൻ ആയിരുന്നു. തന്നെ ഇത്രയേറെ ബുദ്ധിമുട്ടിച്ച, ഹറാസ് ചെയ്ത, ഇതിനു മുമ്പും ഏലിയൻസ് ആണ്, ആൻഡ്രോമിഡൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അവരെയൊക്കെ മൃഗീയമായി ഉപദ്രവിച്ച് കൊന്നുകളഞ്ഞ ഈ സൈക്കോ ടെഡിയെ നമ്മുടെ ഹീറോയിൻ കൊന്നുകളഞ്ഞു. ബ്രില്യൻറ്റ്. മിഷേലിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. സ്ഫോടനത്തിൽ നമ്മുടെ മിഷേലിനും പരിക്ക് പറ്റിയിരുന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അങ്ങനെ പോണ വഴി നമ്മുടെ മിഷേൽ ആംബുലൻസിൽ നിന്ന് ചാടി പുറത്തിറങ്ങി നേരെ അവളുടെ ഓഫീസിൽ വന്ന് അവളുടെ കാൽക്കുലേറ്റർ എടുത്ത് നേരെ കബോർഡിൽ കയറി അത് ക്ലോസ് ചെയ്ത് ടെലിപ്പോർട്ടായി നേരെ അവളുടെ സ്പേസ് ഷിപ്പിലെത്തി, ആൻഡ്രോമിഡൻ ഷിപ്പിലെത്തി. അതെ ടെഡി മനസ്സിലാക്കിയിരുന്നത് എല്ലാം സത്യമാണ്. ഇവളൊരു ഏലിയനാണ്, ആൻഡ്രോമിഡൻ ആണ്. സർപ്രൈസ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഹെഡ്, ഇവരുടെയൊക്കെ എംപറർ തന്നെയാണ് ഇവള്. ആൻഡ്രോമിഡൻ എംപററിനോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണല്ലോ ടെഡിയുടെ ഉദ്ദേശം. എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല അവൻ പിടിച്ചു വെച്ചത് എംപററിനെ തന്നെയാണെന്ന്. ഇവർക്കൊക്കെ ഇവരുടെ മുടി ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിലെ അവളുടെ ഹെയർ എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞത്. ഏലിയൻ ലാംഗ്വേജിൽ ഇവരുടെ പരീക്ഷണങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. വർഷങ്ങളായി കുറേയധികം ഹ്യൂമൻസിൽ ഇവരിങ്ങനെ പരീക്ഷണം നടത്തി വരുമായിരുന്നു. ഒന്നുപോലും സക്സസ് ആയിട്ടില്ല. പരീക്ഷണം നടത്തിയ ഹ്യൂമൻസ് ഒക്കെ മരിച്ചു. ഇനി ബാക്കി 2 പേര് ജീവനോട് ഇപ്പോഴും ഉണ്ട്. എന്നാൽ അവിടെയും സക്സസ് ആവാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻസിന്റെ ആ ഒരു അഗ്രസീവ് DNA, അഗ്രസീവ് ജീൻ അവരിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ഒരേ ഒരു മാർഗം മാത്രമാണ്, ഭൂമിയിൽ നിന്നും മനുഷ്യനെ ഇല്ലാതാക്കുക. ഇങ്ങനെ ചെയ്യുന്നത്, മനുഷ്യരെ ഒക്കെ ഇല്ലാതാക്കുന്നത് ആൻഡ്രോമിഡൻസിനും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പരന്ന ഭൂമിയുടെ, ഫ്ലാറ്റ് എർത്തിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ലെയർ കുത്തിപ്പൊട്ടിച്ച് മനുഷ്യരെ എല്ലാവരെയും ഇല്ലാതാക്കുമ്പോൾ എംപററിന്റെ മുഖത്ത് സങ്കടം പ്രകടമാണ്. മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇവരുടെ പരീക്ഷണം വിജയിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി പല അവസരങ്ങൾ മനുഷ്യർക്ക് കൊടുത്തിരുന്നു. അവസാനം വന്ന് ടെഡിയെല്ലാം കുളമാക്കിയല്ലോ. എംപററിനെ തന്നെ പിടിച്ചുകൊണ്ടുപോയി പുള്ളിക്കാരിയെ ഈ രീതിയിൽ ഭയങ്കരമായി ഹറാസ് ചെയ്തല്ലോ. ഇനിയിപ്പോൾ മനുഷ്യരെ ഭൂമിയിൽ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇവരെയൊക്കെ കൊന്നുകളയുക തന്നെയാണ് മാർഗമെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരി പ്രൊട്ടക്റ്റീവ് ലെയർ കുത്തിപ്പൊട്ടിച്ച് ഈ പരന്ന പപ്പടം കണക്കുള്ള ഭൂമിയിലെ മനുഷ്യരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. മനുഷ്യൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ബാക്കി സകല ജീവജാലങ്ങളും ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇനി യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ, ഭൂമിക്ക് ദോഷമാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ ജീവജാലങ്ങളെങ്കിലും മുന്നോട്ട് ജീവിക്കട്ടെ എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതായത് മനുഷ്യൻ പവറിലുള്ള സമയത്താണ് ഈ കോളനി കൊളാപ്സ് ഡിസോർഡർ ഉണ്ടാവാൻ സാധ്യത. മനുഷ്യനല്ലാതെ ബാക്കി ജീവജാലങ്ങൾ മാത്രം ബാക്കിയാകുമ്പോൾ അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഭംഗിയായി ചെയ്ത് ഭൂമിയെ ഉപദ്രവിക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതുവരെ കേട്ടത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നില്ലേ? ഏറ്റവും ആദ്യം പറഞ്ഞ CCD, കോളനി കൊളാപ്സ് ഡിസോർഡർ. അവിടെ വർക്കർ ബീസ് എല്ലാം എങ്ങോട്ടോ വിട്ടുപോകുന്ന അവസ്ഥ മനുഷ്യന്റെ കാര്യത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ. വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയും ഗവൺമെന്റുകൾക്ക് വേണ്ടിയും നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, വർക്കർ ഹ്യൂമൻസ്, ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി ഇനിയും ഇങ്ങനെ നരകിക്കാൻ വയ്യ, നമുക്കും ഒരു ലൈഫേ ഉള്ളൂ എന്ന് തീരുമാനിച്ച് മാറിപ്പോയാൽ എക്കോണമി തകരും. ഇതിലെ ടെഡി എന്ന വ്യക്തിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് പേർക്ക് അറിയാം. അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന കോൺസ്പിറസീസ് ഒക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് അതിന് പുറകെ ഓടുന്നവരെ കണ്ടിട്ടില്ലേ? ഈ 9/11 അറ്റാക്ക് ഒക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പുറകിൽ കുറേ കോൺസ്പിറസീസ് കൊണ്ടുവെക്കുന്നവർ. ഫോർ എക്സാമ്പിൾ, യുവമാർ പറയുന്ന കോൺസ്പിറസീസ് ഒക്കെ ഒന്ന് പരിഗണിച്ച് നോക്കിയേ. ഇതെല്ലാം പ്ലാൻഡ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവെക്കുന്ന കഥകളൊക്കെ നമ്മളും വിശ്വസിച്ച് പോകും. അല്ല, ഈ പറഞ്ഞ കോൺസ്പിറസിക്കൊക്കെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ട്രസ്റ്റ് മീ ബ്രോ, എന്നെ വിശ്വസിക്കുക, അതാണ് തെളിവ്. സയന്റിഫിക് പ്രൂഫ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടല്ലോ. ചിലതൊക്കെ പ്യുവർ പ്രൊപ്പഗണ്ടാസ് ആയിരിക്കും. നവംബർ മാസത്തിൽ ഇത് ചെയ്യരുത്, ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും, നിങ്ങൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആകും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കുറെ എണ്ണത്തെ കാണാം. സത്യം പറഞ്ഞാൽ ഈ നോഫാപ്പ് കൊണ്ട് ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒക്കെ കിട്ടുമെന്ന് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് നമുക്ക് വരുന്നതല്ലേ, പുറത്തുവിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേര് കൂടെ സ്ട്രെസ് ആവത്തേ ഉള്ളൂ. അതേപോലെ ചില ആളുകൾ നൊയമ്പാണ് എന്ന് പറഞ്ഞ് ഫാസ്റ്റിംഗ് എടുക്കും. അത് ചിലരുടെ ശരീരത്തിന് നല്ലതാണ്, എല്ലാവർക്കും അങ്ങനെയല്ല. വിശ്വാസത്തിന്റെ പേരിൽ സ്യൂഡോ സയൻസ് പ്രചരിപ്പിച്ച് മുതലാക്കുന്ന കുറെ എണ്ണമുണ്ട്. ചിലർക്കൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാവും. അതായത് നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. ആരെങ്കിലും എവിടെങ്കിലും ഇങ്ങനെ പരത്തുന്ന പ്രൊപ്പഗണ്ടാസ് വിശ്വസിച്ച് ആ വഴിക്ക് പോകരുത്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും. ടെഡിയെ പോലെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ടെഡി പിന്നെ ഇങ്ങനെയൊക്കെ ആവാൻ അവന്റെ കുട്ടിക്കാലം ഒരു ഫാക്ടറാണെന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്ന കുട്ടി ചിലപ്പോൾ ആശ്രയം കണ്ടെത്തുന്നത് അവൻ ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ചില സയന്റിഫിക് ഫാക്ട്സ് എന്ന് തോന്നിക്കുന്ന സ്യൂഡോ സയൻസിലായിരിക്കും. ഇതേപോലൊക്കെ തന്നെയാണ് ഫ്ലാറ്റ് എർത്തേഴ്സിന്റെ കാര്യവും. കേരളത്തിലുണ്ട് വലിയൊരു വിഭാഗം. അവരുടെ ഹെഡ് മിസ്റ്റർ ഷാ, പുള്ളിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. ആള് പറയണ ലോജിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നാസയും WHO എല്ലാം കൂടെ ചേർന്ന് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഇവർ കാണിച്ചു തരുന്ന പിക്ചർ ഉണ്ടല്ലോ, ഭൂമിയുടെ ഓൾമോസ്റ്റ് സ്ഫെറിക്കൽ ഷേപ്പ്, അത് അങ്ങനെയൊന്നും അല്ലെന്ന്. ഭൂമിയുടെ മുകളിൽ സ്വർഗ്ഗമുണ്ട്, താഴെ നരകമുണ്ട്, ഇതിനിടയിലാണ് ഭൂമി. മുകളിലൊരു ഡോമുണ്ട്, ആ ഡോമിലൂടെ സൂര്യൻ ഇങ്ങനെ ഒഴുകി കളിക്കുവാണ്. വെള്ളത്തിനകത്താണ് സൂര്യനും മൂണും കൂടി ഇങ്ങനെ ചുറ്റി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരു സ്പൈറൽ പോലെ. മൂൺ വരുമ്പോൾ അന്തരീക്ഷത്തിലെ വെള്ളം കറക്കും, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുട്ടാവും. സൂര്യൻ വരുമ്പോൾ അന്തരീക്ഷത്തിലെ വെള്ളം
വെള്ളം വെളുക്കും, അത് നേരം ശുദ്ധമായ വെള്ളമാണ്, അന്നേരം നമുക്കിവിടെ പകലാകും എന്നിങ്ങനെയൊക്കെയാണ് ഫ്ലാറ്റ് എർത്തേഴ്സിന്റെ വാദങ്ങൾ. ഇതിൽ പോലും ഇവർക്കൊരു ഒത്തൊരുമയില്ല എന്നുള്ളതാണ്. ചിലർ പറയും ഭൂമിയുടെ അടിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന പാറയാണെന്ന്, ചിലർ പറയും ഭൂമി ഒരു ഒട്ടകത്തിന്റെ പുറത്താണ്. ഇതൊന്നും അല്ല, ഭൂമി ആമയുടെ പുറത്താണ്, ആമ പതിയെ നീങ്ങുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ അടുത്തോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ ടീമുകളുണ്ട്. ചുമ്മാ ഇരിക്കുമ്പോൾ ഈ ഫ്ലാറ്റ് എർത്ത് കമ്മ്യൂണിറ്റിയുടെ പേജസും ആർട്ടിക്കിൾസും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മുടെ ചുറ്റുപാടുള്ള ഒത്തിരി പേര് ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നേ ഇപ്പോഴും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ ഇതിലെ ഡോൺ എന്ന ക്യാരക്ടർ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരന്റെ അസുഖം കാരണം അവന് സ്വന്തമായിട്ട് കാര്യമായിട്ടൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു ക്യാരക്ടറാണ്. അവന്റെ ആ ഒരു പ്രശ്നത്തെയാണ് ടെഡി മുതലെടുക്കുന്നത്. ടെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ച് ഒടുക്കം ഡോണിന്റെ മരണത്തിലേക്ക് പോലും നയിച്ചത് ടെഡി തന്നെയാണെന്ന് പറയാം. പല കാര്യങ്ങളെ പറ്റിയും അറിവില്ലാത്ത ആളുകളെ, കൂടുതൽ നോളജ് ഇല്ലാത്ത ആളുകളെ അറിവുള്ള ആളുകൾക്ക് എളുപ്പം പറ്റിക്കാൻ പറ്റും. കഥയിൽ ആൻഡ്രോമിഡൻസ് അവരെ വി എന്നാണ് പറയുന്നത്. ഐ എന്ന് പറയുന്നതിന് പകരം വി എന്ന് പറയും, ഞങ്ങൾ എന്ന് പറയും. അവരെല്ലാവരും ഒന്നാണ്, അവർക്കിടയിൽ ആ ഐക്യമുണ്ട്. അതേ ഐക്യം മനുഷ്യരിലും ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിച്ചു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. മിഷേൽ ഒരു ഏലിയൻ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയാണ്. കാരണം ടെഡി കൊല്ലപ്പെടുന്ന ആ മൊമെന്റ് മുതൽ പിന്നെ അങ്ങോട്ട് കാണിക്കുന്നത് ടെഡിയുടെ ചിന്തകളാണെങ്കിലോ അവന്റെ അവസാന മൊമെന്റ്സിൽ അവൻ ചിന്തിച്ചു കൂട്ടുന്നതായിക്കൂടെ, ഇത്രയും നാൾ അവൻ ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരുന്നുവെന്ന്, താനായിരുന്നു ഭൂമിയുടെ അവസാന പ്രതീക്ഷ, അതും നഷ്ടപ്പെട്ടു, ഇനി ഭൂമിയിലുള്ള സകല മനുഷ്യരും മരിക്കുന്നു എന്നവൻ സങ്കല്പിച്ചതായിക്കൂടെ. ഈ സിനിമയുടെ ടൈറ്റിൽ ബിഗോണിയ, ആദ്യം വിചാരിച്ചത് ബിഗോണിയ എന്നൊരു ഫ്ലവർ ഉണ്ട്, അതിൽ നിന്ന് ഇൻസ്പയർ ആയി എടുത്തതായിരിക്കും എന്നാണ്. എന്നാൽ ബിഗോണിയ അഥവാ ഗ്രീക്കിൽ ഓക്സ്ബോൺ എന്നറിയപ്പെടുന്ന ഒരു മിത്തുണ്ട്, ഒരു പഴയ ഏൻഷ്യൻ മിത്ത്. പണ്ട് കാലത്ത് റോമിലും ആ ഒരു മെഡിറ്ററേനിയൻ റീജിയനിലൊക്കെ പരക്കെ വിശ്വസിച്ചിരുന്ന ഒരു മിത്താണിത്. അതായത് ചത്ത പശുക്കളിൽ നിന്നാണ് ബീസ് വരുന്നത് എന്ന്. രക്തം വരാതെ പശുക്കൾ മരിച്ചാൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിലല്ലാതെ സ്വാഭാവികമായി പശുക്കൾ മരിച്ചാൽ അവയിൽ നിന്നാണ് ബീസ് ഉണ്ടാവുന്നത് എന്ന്. പുനർജന്മം എന്നൊരു ആശയത്തെ അവർ ഈ രീതിയിലാണ് കണ്ടിരുന്നത്. പശുക്കൾ മരിക്കുന്നു, പശുക്കളിൽ നിന്ന് പിന്നീട് ഒരുപാട് ബീസ് പുനർജനിക്കുന്നു എന്നവർ കരുതിയിരുന്നു. ഈ ബീസാണ് ഫുഡ് ക്രോപ്സിൽ 75% പോളിനേഷന് കാരണമാകുന്നത് എന്നും ശ്രദ്ധിക്കണം. അതായത് സകല ജീവജാലങ്ങളുടെയും മുന്നോട്ട് പോക്കിന് ബീസ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ കഥയിലും ഒടുക്കം മനുഷ്യരൊക്കെ മരിക്കുന്നത് രക്തം വരാതെയാണല്ലോ. ഈ ഒരു മെഡിറ്ററേനിയൻ ഹിസ്റ്ററി ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഹെറോഡോട്ടസിന്റെ ബുക്സ് നോക്കാവുന്നതാണ്. ഞാൻ വായിച്ചിട്ടുള്ള ബുക്സ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്തേക്കാം. ബുക്സിന്റെ ഒരു കാൽഭാഗത്തുള്ള നോട്ട്സ് ആയിരിക്കും കേട്ടോ, പഴയ ഹിസ്റ്ററി ഒക്കെ അല്ലേ. അങ്ങനെ അല്ലാത്ത ബുക്സ് കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ആഡ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഹെറോഡോട്ടസിന്റെ ബുക്സ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. എപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വരുന്ന കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യാതെ ബുക്സ് ഒക്കെ വായിക്കൂ. ഒരു ബുക്കൊക്കെ വായിക്കുമ്പോൾ അതിലിപ്പോൾ കഥയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇമാജിൻ ചെയ്യും. അന്നത്തെ സാഹചര്യം ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, എല്ലാം നമ്മുടെ ഇമാജിനേഷനിലാണ്. ഓരോ ക്യാരക്ടേഴ്സിന്റെ വസ്ത്രങ്ങളും അവരുടെ രീതികളും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചാണ്. ഓരോ ആളുകളും അത് മനസ്സിലാക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ്. മൂവീസ് ആണെങ്കിലും കുറച്ചൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള, ചിന്തിക്കാൻ സ്പേസ് വരുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ കൺസ്യൂം ചെയ്യുക. അങ്ങനെയുള്ള കൂടുതൽ മൂവീസ് തീർച്ചയായും നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. എക്സ്പ്ലനേഷൻ പാർട്ടിന് മുമ്പ് ചിന്തിക്കാനും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ ശരി, എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ബൈ ദ വേ, നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. കുറേയധികം മെസ്സേജ് ഞാൻ റിപ്ലൈ തന്നിട്ടില്ല എന്നറിയാം. ഇനി മുതൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ആവശ്യമില്ലാത്ത ബോട്ടൊന്നും കണക്ട് ചെയ്ത് ആരെയും റെസ്ട്രിക്റ്റ് ചെയ്യുമൊന്നുമില്ല. സോറി ഫോർ ദാറ്റ്. എല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്തതാണെന്ന് കരുതിയാൽ മതി. മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.